കഥാപാത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിലും അവതരണത്തിലും അസാമാന്യമായ ശ്രദ്ധ ചെലുത്തി അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് മമ്മൂട്ടി എന്ന മഹാനടൻ എക്കാലവും. അടുത്തിടെയായി വെള്ളിത്തിരയിലെത്തിയ ഓരോ കഥാപാത്രവും മമ്മൂട്ടിയിലെ അഭിനേതാവിന്റെ നടന വൈഭവം വജ്രതിളക്കത്തോടെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുള്ളത്. തനിക്ക് മുന്നിൽ എത്തുന്ന കഥാപാത്രങ്ങളെ തന്നിലേക്ക് ആവാഹിക്കുന്ന മമ്മൂട്ടിയുടെ പുതിയ ചിത്രങ്ങൾക്കായി എന്നും പ്രേക്ഷകർ കാത്തിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഏറെ പുതുമകളോടെയാണ് മലയാളത്തിന്റെ സ്വന്തം മമ്മൂക്ക തന്റെ പുതിയ ചിത്രത്തിലും എത്തുന്നത്. ഡിസംബർ 5 വെള്ളിയാഴ്ച കളങ്കാവൽ എന്ന സിനിമ റിലീസാകുമ്പോൾ അതിനു മുന്നോടിയായി ആരാധകർ സ്വരുക്കൂട്ടിയ പ്രതീക്ഷകൾ വാനോളമാണ്. ചിത്രത്തിന്റെ റിലീസിന് മുമ്പായി സംഘടിപ്പിച്ച പരിപാടിയിൽ മമ്മൂട്ടി തന്നെ തന്റെ കഥാപാത്രത്തിന്റെ ഒരു ഏകദേശ രൂപം വരച്ചു കാട്ടിക്കഴിഞ്ഞു. കളങ്കാവൽ സവിശേഷമാകുന്നത് പല ഘടകങ്ങൾ കൊണ്ടാണ്. മമ്മൂട്ടിയും വിനായകനും ഒന്നിച്ചൊരു ചിത്രം പ്രഖ്യാപിച്ചത് മുതൽ പ്രേക്ഷകർ റിലീസിനായി കാത്തിരിക്കുകയാണ് എന്നതാണ് വസ്തുത. ഈ ചിത്രം മമ്മൂട്ടിയുടെ പ്രതിനായകനെയും വിനായകന്റെ നായക കഥാപാത്രത്തെയുമാണ് അണിനിരത്തുന്നതെന്ന സവിശേഷത പല ചർച്ചകൾക്കും കാരണമായിട്ടുണ്ട്. മമ്മൂട്ടിയുടെ പ്രതിനായകന് വിനായകന്റെ നായകൻ എങ്ങനെയുണ്ടാകും എന്നറിയാൻ ആഗ്രഹിക്കാത്ത സിനിമാ പ്രേമികൾ ചുരുക്കമാണ്. അത് തന്നെയാണ് കളങ്കാവലിനുമേൽ ഇത്രയേറെ പ്രതീക്ഷകൾ ജനിപ്പിച്ചിരിക്കുന്നത്. പ്രീ ബുക്കിംഗിൽ തന്നെ വമ്പൻ കളക്ഷനാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. കേരളത്തിൽ നിന്നും മാത്രമായി 1.52 കോടി രൂപയാണ് അഡ്വാൻസ് ബുക്കിംഗിലൂടെ കളങ്കാവൽ നേടിയത്. 13 ലക്ഷം രൂപയാണ് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ചിത്രം ഇതുവരെ നേടിയത്. വിദേശ മാർക്കറ്റിൽ 66 ലക്ഷമാണ് ചിത്രം പ്രീ ബുക്കിംഗിൽ നേടിയിരിക്കുന്നത്. ഇതുവരെ 2.31 കോടി രൂപയാണ് ആഗോള ബോക്സ് ഓഫീസിൽ ചിത്രം അഡ്വാൻസ് ബുക്കിംഗിലൂടെ നേടിയത്. ക്രൈം ത്രില്ലർ ജോണറിൽ അണിയിച്ചൊരുക്കിയിട്ടുള്ള ചിത്രം നവാഗതനായ ജിതിൻ കെ ജോസിന്റെ സംവിധാന മികവും പരീക്ഷിക്കും. ചിത്രത്തിന്റെ രചന നിർവഹിക്കുന്നത് ജിതിൻ കെ ജോസും ജിഷ്ണു ശ്രീകുമാറും ചേർന്നാണ്. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കുന്നത് വേഫറർ ഫിലിംസ് ആണ്. ഫൈസൽ അലി ഛായാഗ്രഹണം നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്നത് പ്രവീൺ പ്രഭാകരാണ്. മുജീബ് മജീദാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത്. മലയാളത്തിന് പുറമെ തെലുങ്കിലും ചിത്രം റിലീസ് ചെയ്യുന്നുണ്ട്. ഒരു മമ്മൂട്ടി ചിത്രം എന്നതിലുപരി യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കി എത്തുന്ന ചിത്രം എന്ന നിലയിലും കളങ്കാവൽ ശ്രദ്ധ നേടുന്നുണ്ട്. ഒരു കൊലയാളിയുടെ വേഷമാണ് മമ്മൂട്ടി ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് എന്ന സൂചനകളാണ് ചിത്രത്തിന്റെ ട്രെയിലറിൽ നിന്നും ലഭിക്കുന്നത്. അവിടെ നിന്നുമാണ് സയനൈഡ് മോഹനൻ എന്ന് പറയുന്ന കുറ്റവാളിയുടെ കഥയാണോ ഈ ചിത്രം എന്ന ചോദ്യം ഉയരുന്നത്. 30 സ്ത്രീകളെ പ്രണയിച്ച് കല്യാണം കഴിച്ച് അവർക്കൊക്കെ സയനൈഡ് നൽകി കൊലപ്പെടുത്തിയ ഒരു കൊടും കുറ്റവാളിയായിരുന്നു സയനൈഡ് മോഹൻ. എന്നാൽ സയനൈഡ് മോഹന്റെ കഥയാണോ ഈ ചിത്രത്തിന് പ്രചോദനം എന്ന കാര്യത്തിൽ നിർമ്മാതാക്കൾ വ്യക്തത നൽകിയിട്ടില്ല. ചിത്രത്തിൽ മമ്മൂട്ടിക്കും വിനായകനുമൊപ്പം രജീഷ വിജയൻ, ജിബിൻ ഗോപിനാഥ്, അസീസ് നെടുമങ്ങാട്, ഗായത്രി അരുൺ, മാളവിക മേനോൻ എന്നിവരും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ചിത്രത്തെ പറ്റി മറ്റു വിവരങ്ങളൊന്നും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടില്ല. ചിത്രം ബോക്സ് ഓഫീസിൽ വിജയിക്കും എന്ന സൂചനകളാണ് ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷൻ നൽകുന്നത്. പ്രേക്ഷക പ്രതീക്ഷകൾക്കപ്പുറം എത്തിയേക്കാവുന്ന മറ്റൊരു മമ്മൂട്ടി ചിത്രം കൂടിയാകും കളങ്കാവൽ എന്നു കരുതാം.